കഴിഞ്ഞ 40 വർഷമായി കാന്താരിമുളക് മുതൽ കറിവേപ്പില വരെയുള്ള കാർഷിക വിളകൾ വിജയകരമായി കൃഷി ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് തിരുവനന്തപുരം ചിറ്റിലക്കോട് പ്രശാന്തിയിലെ ആർ ബാലചന്ദ്രൻ നായർ. പിതാവിനോടൊത്ത് ആദ്യകാലത്ത് നെൽകൃഷിയിൽ തുടങ്ങിയ ഇദ്ദേഹം കൃഷി ചെയ്ത് വിജയിപ്പിച്ച ഒട്ടനവധി വിളകളുണ്ട്. നെൽകൃഷിക്ക് യഥാസമയം പണിക്ക് ആൾ കിട്ടാതെ വന്നപ്പോൾ മറ്റു കൃഷിക്കാരോടൊപ്പം നേന്ത്രവാഴ കൃഷിയിൽ തിരിഞ്ഞെങ്കിലും അതിൽ മാത്രം ഉറച്ചു നിൽക്കാതെ വൈവിധ്യമാർന്ന കൃഷികളുമായി മുന്നോട്ടു പോയി. 11 ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. തെങ്ങും കമുകും പ്ലാവും മാവുമെല്ലാം കരകൃഷിയായും കാവേരി വാഴയും രസകദളിയും മാത്രമായി 5 ഏക്കറിലും കൃഷി ചെയ്യുന്നു. പച്ചക്കറി ഇനങ്ങളിൽ മുളക്, കാന്താരി, വഴുതന, മത്തൻ, വെണ്ട എന്നിവയും ചീരയും മരിച്ചിനിയും ഗജേന്ദ്രൻ ചേനയും മുരിങ്ങയും കറിവേപ്പിലയും എല്ലാം ഈ കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ കണ്ട കൃഷിയെല്ലാം വിജയിപ്പിക്കുന്നതിന് പിന്നിൽ പരിശ്രമം ഏറെയുണ്ട്. എല്ലാത്തരം കൃഷികളും സമർത്ഥമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാലചന്ദ്രൻ നായർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റെഡ് ലേഡി പപ്പായയിലും ഗജേന്ദ്രൻ ചേനയിലും കാവേരി വാഴയിലുമാണ്. മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം റെഡ് ലേഡി പപ്പായയെക്കുറിച്ച് അറിഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്നും വിത്ത് വാങ്ങി പാകി കിളിർപ്പിച്ച് നട്ട് നല്ല ആദായം നേടിയപ്പോൾ പപ്പായ കൃഷി 1500 ചുവടുകളിലായി വ്യാപിപ്പിച്ചു. 2 അടി സമചതുരത്തിലും ആഴത്തിലും കുഴിയെടുത്ത് തൈകൾ തമ്മിൽ 10 അടി അകലം പാലിച്ചാണ് കൃഷി. കുഴികളിൽ ചാണകപ്പൊടിയും 2 പിടി കുമ്മായവും മേൽമണ്ണുമായി യോജിപ്പിച്ച് മണ്ണ് കൂട്ടും. അതിനു മുകളിലാണ് 2 അടിയോളം വളർന്ന തൈകൾ നടുന്നത്. തടത്തിനു ചുറ്റുമുള്ള താഴ്ന്ന സ്ഥലത്ത് മാസം തോറും 1/2 കുട്ട വീതം ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കുകയും 5 ദിവസത്തിലൊരിക്കൽ നന നൽകുകയും ചെയ്യും. നട്ട് 3-ാം മാസം മുതൽ കായ്ക്കാൻ തുടങ്ങും. തുടർച്ചയായി 3 വർഷക്കാലം വിളവെടുക്കാം. അധികം പൊക്കമില്ലാതെ വളരുന്ന റെഡ് ലേഡി പപ്പായ പഴങ്ങൾ ചുവട്ടിൽ നിന്നും കൊച്ചു കുട്ടികൾക്ക് പോലും വിളവെടുക്കാവുന്നതാണ്. ഉരുണ്ട ആകൃതിയിലുള്ള പപ്പായയുടെ പുറംതോട് നേരിയ മഞ്ഞ നിറം വരുമ്പോഴാണ് പറിക്കേണ്ടത്. പറിക്കുന്ന കായ്കൾ ശ്രദ്ധയോടെ പോറലുകൾ ഏൽക്കാതെ ക്രേറ്റുകളിൽ അടുക്കി വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കും. ഞാൻ 17 വർഷം കൊണ്ട് പപ്പായ കൃഷി ചെയ്യുന്നു. ആദ്യമൊക്കെ നാടൻ വെറൈറ്റിയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് വിൽക്കാൻ പറ്റൂലായിരുന്നു. അതിനുശേഷം 10 വർഷമായിട്ട് റെഡ് ലേഡി പ്രചാരത്തിൽ വന്നപ്പോൾ തന്നെ, ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നപ്പോൾ തന്നെ കേരളത്തിൽ കൃഷി തുടങ്ങി. അന്ന് 100 മൂടിൽ കൃഷി തുടങ്ങി. ആ റെഡ് ലേഡിയുടെ വിളവും അതിൻ്റെ സമർത്ഥമായ വളർച്ചയും കണ്ട് ഇപ്പോൾ 1500 മൂട് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നു. കാരണം ഇത് വിറ്റഴിക്കാൻ ഞങ്ങളുടെ സംഗമേത്രിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കുന്നതുകൊണ്ട് നല്ല മാർക്കറ്റുണ്ട്. ഒരു ദിവസം 1000 കിലോ പപ്പായയാണ് ഞങ്ങൾ വിറ്റഴിക്കുന്നത്. പപ്പായയിൽ നിന്ന് പഴുക്കുമ്പോൾ തന്നെ അടർത്തിയെടുത്ത് അത് സുരക്ഷിതമായി ക്രേറ്റിൽ വെച്ചാണ് വിപണിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഒരു മൂട് പപ്പായയിൽ ഒരു വർഷം ശരാശരി 100 കാ നമുക്ക് വിൽക്കാൻ വേണ്ടി പഴുത്ത കായ് എടുക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം കാച്ച് കഴിഞ്ഞ് വിളവെടുത്തതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പം വീണ്ടും അതിന് ചാണകപ്പൊടി, സുഡാമോണോസ്, അതുപോലെ മീലി ബഗ് ഇതിനെ ബാധിക്കും. അതിന് നന്മ ഇത് തളിച്ച് നല്ല വേനലാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം നനച്ചാൽ മതി. യാതൊരുവിധ രാസവളമോ യാതൊരുവിധ കീടനാശിനിയോ ഒന്നും തന്നെ റെഡ് ലേഡി പപ്പായയ്ക്ക് ആവശ്യമില്ല. ഒരു ഘട്ടം കാ കഴിയുമ്പം ബോറോൺ 10 ഗ്രാം വീതം കലക്കി കാ വികൃതമാവാതെ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി പപ്പായയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും.
അത് കഴിഞ്ഞ് ഒരു പൈപ്പ് കൂടെ കാറിക്കുമ്പോൾ മൈക്രോ ന്യൂട്രിയൻറ്റ് 10 ഗ്രാം വെച്ച് മണ്ണിൽ ചേർത്ത് കൊടുക്കും. ഇതല്ലാതെ വേറെ ഒരു രാസവളവും പപ്പായയ്ക്ക് വേണ്ട. ഒരു മരത്തിൽ നിന്നും മൊത്തം 500 കായ്കൾ ലഭിക്കും. ഒരു കായ്ക്ക് 2 മുതൽ 5 കിലോ വരെ തൂക്കം കാണും. 1 കിലോയ്ക്ക് 25 രൂപ പ്രകാരമാണ് വിൽക്കുന്നത്. പഴുത്താൽ പുറമുറപ്പുള്ളതും മുറിച്ചാൽ ചുവപ്പ് നിറമുള്ള അകക്കാമ്പും നല്ല സ്വാദുമാണ് ഇതിനുള്ളത്. രോഗകീടബാധകൾ പൊതുവെ കുറവാണ്. പൂപ്പൽ രോഗം വന്നാൽ CTCRI വികസിപ്പിച്ചെടുത്ത നന്മ തളിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. മഴയും അന്തരീക്ഷ ആർദ്രതയുമുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നന്നായി വളരുന്ന വിളയാണ് ചേന. 200-ൽ പരം ഇനം ഇതിലുണ്ടെങ്കിലും ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ശ്രീ കീർത്തി, ശ്രീ രൂപ, ശ്രീകല, ശ്രീ ശുഭകര എന്നിവ കൂടാതെ ആന്ധ്രാപ്രദേശ് കൃഷി ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഗജേന്ദ്രൻ ചേനയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഗജേന്ദ്രന്റെ 10,000 ചുവടാണ് ബാലചന്ദ്രൻ നായർ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ ജൂണിലാണ് കൃഷി തുടങ്ങിയത്. വയൽ നികത്തിയ സ്ഥലമായതിനാൽ പൊക്കത്തിലുള്ള തട്ടുണ്ടാക്കി നീർവാർച്ച സൗകര്യമൊരുക്കി ആഴത്തിൽ കിളച്ച് 5 അടി അകലത്തിൽ 2.5 അടി സമചതുരത്തിലും ആഴത്തിലും കുഴിയെടുത്ത് അതിൽ ചാണകപ്പൊടിയും കരിയിലപ്പൊടിയും അല്പം സ്യൂഡോമോണസും മേൽമണ്ണുമായി ചേർത്ത് ഒരാഴ്ച മുൻപ് കുഴി തയ്യാറാക്കും. അതിനു മുൻപ് തന്നെ ചേനവിത്ത് 250 ഗ്രാം വരത്തക്ക വിധം കഷ്ണങ്ങളായി മുറിച്ച് ചാണകക്കുഴമ്പിൽ അല്പം സ്യൂഡോമോണസും ചേർത്ത് വിത്ത് മുക്കി ഒരാഴ്ച തണലിൽ സൂക്ഷിക്കും. മുള വരുമ്പോഴാണ് നടുന്നത്. ഇവ നട്ട് 1 മാസം കഴിയുമ്പോൾ ഇല വന്ന് തുടങ്ങും. അപ്പോൾ റോക്ക് ഫോസ്ഫേറ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവ ചേർത്ത മിശ്രിതം 200 ഗ്രാം വീതം ചുവടിന് ചുറ്റുമിട്ട് മണ്ണ് മുകളിലേക്ക് കൂട്ടിക്കൊടുക്കും. ആഴ്ച തോറും ഒരു നനയും നൽകും. എളുപ്പത്തിൽ തൊലി ചെത്തി മാറ്റാമെന്നുള്ളതും പെട്ടെന്ന് വേകുമെന്നുള്ളതും ഗജേന്ദ്രൻ ചേനയുടെ പ്രത്യേകതകളാണ്. സ്ഥലപരിമിതിയുള്ളവർക്ക് ഇവ ചാക്കിലും കൃഷി ചെയ്യാം. കുറഞ്ഞ അളവിലെ കൊഴുപ്പ്, പ്രോട്ടീൻ, അന്നജം, ഇരുമ്പ്, കാൽസ്യം, മറ്റ് ധാതുക്കൾ ഇവ ധാരാളമുള്ളതിനാൽ പലതരം കറി വച്ച് രോഗികൾക്ക് വരെ കഴിക്കാവുന്നതാണ്. കിഴങ്ങുവർഗ വിളകളിൽ ആദായകരമായി കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചേന. ചേനയിൽ ധാരാളം വെറൈറ്റി ഉണ്ട്. പക്ഷേ എന്നാൽ ഇപ്പം ഞാൻ കൃഷി ചെയ്യുന്നത് ഗജേന്ദ്രയാണ്. ഒരു വർഷം 1-2-3 ലക്ഷം രൂപ വരെ ചേനയാണ് വിൽക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥലം വേണ്ട. വാഴയിടയിൽ യഥേഷ്ടം കൃഷി ചെയ്യാം. വാഴയുടെ ഒരു മൂലകവും ചേന വലിച്ചെടുക്കില്ല. ഞാനിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്ന പപ്പായയുടെ ഇടയിലാണ് റെഡ് ലേഡി ചേന കൃഷി ചെയ്തിരിക്കുന്നത്. ചേനയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഗജേന്ദ്ര കൃഷി ചെയ്യാനുള്ള കാരണം അത് ചൊറിച്ചിൽ വരില്ല. ചേന എല്ലാവരും ചെത്താൻ കിടന്നതുകൊണ്ട് ചൊറിച്ചിൽ വരില്ല. രണ്ടാമത് കൈകൊണ്ട് തിരുമിയാൽ തൊലി പോകും. പാചകത്തിന് നല്ലപോലെ വേഗം, കുറച്ച് ചൂട് മതി. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ആകർഷണമായ രീതിയിലുള്ള ചെയ്യുന്നു. 250 ഗ്രാം ഒരു ചേന വിത്ത് നട്ടാൽ 10 കിലോ ശരാശരി കിട്ടും. 1 ഏക്കറിൽ നമുക്ക് 800-1000 മൂട് ചേന നടാം. 1000 മൂട് ചേനയ്ക്ക് 6 മാസം കൊണ്ട് 1 മൂട് ചേന നന്നായിട്ട് വളർന്നാൽ 300 രൂപ വെച്ച് നോക്കിയാൽ 2,40,000 രൂപയായി. അപ്പോൾ ഈ കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷി ലാഭമാണ്. പിന്നെ ഇതിൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് കുഴിയെടുത്തിട്ട് ചപ്പ് ചവറുകൾ വാരി ദൂരെ അറിയാതെ നിറച്ചിട്ട് വീട്ടുവളപ്പിൽ ചാക്കിനകത്ത് 1 മാസത്തെ ഒരു ചവറ് പ്ലാസ്റ്റിക് ചാക്കിനകത്ത് നിറച്ച് വെച്ചിട്ട് 250 ഗ്രാം ചേനയുടെ ഒരു വിത്ത് നട്ട് കൊടുക്കാമെങ്കിൽ ഓണത്തിന് അത് 3-5 കിലോ വരെ കിട്ടും. കാവേരി വാഴയുടെ പ്രചാരകൻ കൂടിയാണ് ബാലചന്ദ്രൻ നായർ. കർണാടകത്തിലെ കുടകിലുള്ള ആദിവാസികളിൽ നിന്നുമാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതിന്റെ കന്നുകൾ ലഭിച്ചത്. മറ്റു വാഴപ്പഴങ്ങളേക്കാൾ മധുരം കുറവായതിനാൽ ഇതിനെ ഷുഗർലെസ് ബനാന എന്നും പറയുന്നു.
2 കൈവിരലുകൾ ചേർത്ത് വച്ചാലുള്ള അത്ര വണ്ണം, തത്തപ്പച്ച നിറം, പഴുത്താൽ സ്വർണ്ണ നിറം, 15 സെന്റിമീറ്ററോളം നീളം, ഹൃദ്യമായ മണം, ഇത്തരം സവിശേഷതകളുള്ളതാണ് കാവേരിപ്പഴം. 17 വർഷമായി കാവേരി വാഴ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നട്ട് 3.5 മാസമാകുമ്പോൾ കുലയ്ക്കും. തള്ള വാഴ കൊല മുറിക്കുമ്പോൾ അതിൻ്റെ കന്നും കുലയ്ക്കും. ഒന്നും ഇളക്കി വിടണ്ട. സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി 2 എണ്ണം വീതം വച്ചിട്ട് ബാക്കി റൈസ് ചെയ്ത് വിട്ടാൽ മതി, കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഒരു ഭയങ്കര പ്രതിരോധ ശക്തിയാണ്. ഒരു തടപ്പുഴുവോ ഒരു കീടമോ ഒരു മാണവണ്ടോ ഒന്നും വരില്ല. അത്ര ഹാർഡായിട്ടുള്ള തടയാണ്. ഇല തന്നെ എത്ര കാറ്റ് വന്നാലും ഇതിനെ ഓടിക്കില്ല. ഒരുപാട് ഹൈറ്റും എയർ സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കാറ്റടിച്ച് ഓടിക്കില്ല. എക്സിബിഷനൊക്കെ കനവക്കുന്ന് ദില്ലിയിലൊക്കെ എക്സിബിഷൻ വയ്ക്കുമ്പം കാവേരി പഴം വാങ്ങിക്കാൻ വേണ്ടി മാത്രം 10, 25, 30 കിലോമീറ്റർ താണ്ടി വരുന്നവരുണ്ട്. ഇന്നും തിരുവനന്തപുരത്ത് സംഘമൈത്രിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ വാങ്ങിക്കാറുണ്ട്. നട്ട് 5-ാം മാസം കുല വരും, 7-ാം മാസം കുല വെട്ടാം. ഒരു തൈ നട്ടാൽ ചുറ്റും ധാരാളം കന്നുകൾ ഉണ്ടാകും. ഇവയെ ഇളക്കി മാറ്റാതെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും 5 വർഷക്കാലം വിളവെടുക്കാം. 5 ഏക്കറിൽ കാവേരി വാഴ മാത്രമായി കൃഷി ചെയ്യുന്നു. 2 അടി വിസ്തൃതിയിലും ആഴത്തിലും കുഴിയെടുത്ത് അതിൽ ചുണ്ണാമ്പ് പൊടി ചേർത്ത് കന്നുകളിലെ വേരും ഇലകളും വെട്ടാതെ മുഴുവനായി നട്ട് കുഴിമൂടും. അതിന്റെ മുകളിൽ ചാണകപ്പൊടി, കോഴിവളം എന്നിവ മേൽവളമായി നൽകി കരിയില കൊണ്ട് ചുവട് മൂടും. ആഴ്ചയിലൊരിക്കൽ നനയ്ക്കുകയും വേണം. ഓരോ വാഴയിൽ നിന്നും 7 മുതൽ 20 കിലോ വരെയുള്ള കുലകൾ ലഭിക്കും. 1 കിലോയ്ക്ക് 25 രൂപ പ്രകാരമാണ് വിൽപ്പന. ഇതിന്റെ വാഴക്കന്നുകളും വിൽക്കുന്നുണ്ട്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായ വില കിട്ടാതെ വരികയും അവ അമിത വിലയ്ക്ക് വിൽക്കുന്ന ഇടത്തട്ടുകാരുടെ ചൂഷണം ഏൽക്കേണ്ടി വരികയും ചെയ്തപ്പോഴാണ് 13 വർഷങ്ങൾക്ക് മുൻപ് 20 കർഷകർ അംഗങ്ങളായി ബാലചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ 12,000 രൂപ മൂലധനം കൊണ്ട് സംഘമൈത്രി ആരംഭിച്ചത്. ഇപ്പോൾ 6,500 കർഷക അംഗങ്ങൾ ഇതിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ രൊക്കം വില നൽകി സംഭരിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ 25 സംഭരണ വിപണന കേന്ദ്രങ്ങളുമുണ്ട്. ഒരു വർഷം 40 കോടി രൂപയുടെ കാർഷിക വിഭവങ്ങളാണ് ഇവർ സംഭരിച്ച് വിപണനം നടത്തുന്നത്. അംഗങ്ങളായ കർഷകർക്ക് യഥാസമയം വായ്പ, വിത്ത്, വളം, ജൈവ കീടനാശിനികൾ ഇവയും ലാഭേച്ഛയില്ലാതെ നൽകുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കും കർഷകർക്കും അഭിമാനാർഹമായ മാതൃകാ പ്രവർത്തനമാണ് ചെയർമാനായ ബാലചന്ദ്രൻ നായരും മറ്റ് 9 ഡയറക്ടർമാരും ചേർന്ന് കാഴ്ചവെക്കുന്നത്. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് കല്ലിയൂർ ശാസ്താംകോവിൽ നടയിൽ പ്രവർത്തിക്കുന്ന സംഘമൈത്രിയുടെ സംഭരണ വിതരണ കേന്ദ്രം. കർഷകരുടെ ഉൽപ്പന്നം സ്വന്തമായി വിൽക്കാനും വിപണനം നടത്താനും മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാനും സംഘമൈത്രി കാർഷികോൽപ്പന്ന സംഭരണ വിപണന സംഘം ഉണ്ടാക്കി. ആ സംഘം ഉണ്ടാക്കി 10 വർഷം കഴിഞ്ഞപ്പോൾ ദില്ലി പാർലമെന്റിൽ വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘമൈത്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാക്കി കർഷകരുടെ ഷെയർ വാങ്ങിച്ചുകൊണ്ട് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഉപഭോക്താവിന്റെ താല്പര്യവും കൂടെ സംരക്ഷിക്കാൻ വേണ്ടി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചു. അതിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ത്രാശി തൂക്കിയാലൊക്കെ വില, ആ ഇൻപുട്ട് കൃഷിക്കാരുടെ ഇൻപുട്ട് വരെ കൊടുക്കാറുണ്ട്. 6,500 കർഷകർ സംഘമൈത്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. എല്ലാവരും കർഷകരാണ്. കർഷകരെന്ന് വെച്ചാൽ അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 10 പേരാണ്. എല്ലാ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ 10 കൃഷിക്കാർ ഫുൾ ടൈം. അതിന്റെ മെമ്പർഷിപ്പ് ചെയ്യുന്ന 2 ടൺ ഉൽപ്പന്നം തരുകയോ 10,000 രൂപ ഉൽപ്പന്നം തന്നാലേ മെമ്പർഷിപ്പ് കൊടുക്കും. അത് ഓരോ വർഷവും വ്യവസായ സ്ഥാനത്ത് ചെയ്താലേ നിലനിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വന്നത് കർഷകൻ 1 രൂപയുടെ ഉൽപ്പന്നമല്ല, 100 രൂപയല്ല, 5 ലക്ഷം രൂപയുടെ ഉൽപ്പന്നം ത്രാശി തൂക്കിയാൽ അന്ന് രൊക്ക വില കർഷകന് കൊടുക്കും. ആ വില കൊടുക്കുന്നത് കാരണം അവനെല്ലാം ഇൻപുട്ടെല്ലാം ശരിയാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നു. 100 രൂപയുടെ ഉൽപ്പന്നം വിൽക്കുമ്പോൾ 5 രൂപ സംഘമൈത്രിക്ക് തരണം. 5 രൂപയിൽ 2 രൂപ 50 പൈസ കാർഷിക വിപണനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റും. 2 രൂപ 50 പൈസ ഓണനാളിൽ ബോണസ് കൊടുക്കും. അതോടൊപ്പം കർഷകന്റെ മക്കൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. ആവശ്യ കർഷകർക്ക് 2,000 രൂപ പ്രതിവർഷം കൊടുക്കും. വയോധികരായ കർഷകന് എല്ലാ വർഷവും ബോണസ് കൊടുക്കുമ്പോൾ ആദരിക്കും. എന്ന് വെച്ചാൽ ഗുരുവന്ദനം പോലെ
പ്രായമായവരെ ആദരിച്ചുകൊണ്ടാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. പലതരം വാഴപ്പഴങ്ങൾ, ചീര, പച്ചക്കറികൾ, കിഴങ്ങുവർഗ വിളകൾ, പപ്പായ തുടങ്ങിയവ അതാത് ദിവസം പറിച്ചെടുക്കുന്ന ഫാം ഫ്രഷ് സാധനങ്ങൾ ന്യായവിലയ്ക്ക് നൽകുന്നു. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നത് സർവ്വസാധാരണമാണ്. പാട്ടത്തിനെടുത്തുപോലും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് മണ്ണിനോട് പോരാടുന്ന ഇത്തരം യഥാർത്ഥ കർഷകരുടെ കൂട്ടായ്മകൾ വഴി മാത്രമേ കേരളത്തിലെയും ഭാരതത്തിലെയും കൃഷി ഇനി മെച്ചപ്പെടുത്തുവാൻ കഴിയൂ എന്ന സന്ദേശം കൂടിയാണ് പള്ളിച്ചൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘമൈത്രി നൽകുന്നത്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബറിന് ഓൺലൈൻ വളപ്രയോഗ ശുപാർശ സംവിധാനം. കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സൌജന്യ പരിശീലന പരിപാടികൾ. റബ്ബറിന് ഓൺലൈനായി വളപ്രയോഗ ശുപാർശ നൽകുന്ന റബ്ബർ സോയിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ നിർവഹിച്ചു. റബ്ബർ ബോർഡ്, നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ്, ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ISRO, IIT എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. രാജ്യത്തെ മുഴുവൻ റബ്ബർ മേഖലയ്ക്കും വളപ്രയോഗ ശുപാർശ നൽകാനാണ് ഈ സിസ്റ്റത്തിലൂടെ ബോർഡ് ശ്രമിക്കുന്നത്. സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താം. ഓൺലൈൻ വിലാസം rabsis.rubberboard.org.in. പത്തനംതിട്ട ജില്ലയിൽ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾക്കുള്ള ബുക്കിംഗ് അനോട്ട് ആരംഭിച്ചു. 5 വർഷം ഈ പ്ലാന്റിന് ഗ്യാരണ്ടിയുണ്ട്. പ്ലാന്റുകൾക്ക് സ്റ്റൌ ഉൾപ്പെടെ പരമാവധി വില 17,500 രൂപയാണ്. 8,000 രൂപ സബ്സിഡി ലഭിക്കും. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 046822240996. കീടനാശിനികളുടെ വിതരണവും വിൽപ്പനയും ഉപയോഗവും ഗുണനിലവാരവും നിയന്ത്രിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് കൃഷി ഡയറക്ടർ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിയന്ത്രിത ഉപയോഗത്തിനു മാത്രമായി നിഷ്കർഷിച്ചിട്ടുള്ള കീടനാശിനികൾ കൃഷി ഓഫീസർമാർ നൽകുന്ന ശുപാർശക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഡിപ്പോകളിൽ നിന്നും വിൽപ്പന നടത്തുവാൻ പാടുള്ളൂ. നിരോധിക്കപ്പെട്ട കീടനാശിനികൾ കർഷകർ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഇനി പറയുന്ന വിഷയങ്ങളിൽ സൌജന്യ പരിശീലനം നൽകുന്നു. ഈ മാസം 6, 7 തീയതികളിൽ കോഴി വളർത്തൽ, 9 മുതൽ 10 വരെ ആട് വളർത്തൽ, 13 മുതൽ 15 വരെ ഇറച്ചിക്കോഴി വളർത്തൽ, 21 മുതൽ 23 വരെ വ്യാവസായികാടിസ്ഥാനത്തിൽ പശു വളർത്തൽ, 25-ന് ടർക്കി വളർത്തൽ. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 047127322918. ഇനി കേരള കാർഷിക സർവകലാശാല മണ്ണുതി കമ്മ്യൂണിക്കേഷൻ സെന്റർ നൽകുന്ന കാർഷിക നിർദ്ദേശങ്ങൾ. കമുകിന് വളപ്രയോഗം നടത്തേണ്ട സമയമാണിത്. യൂറിയ 110 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് 100 ഗ്രാം, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 120 ഗ്രാം എന്ന തോതിൽ ഏകദേശം 3 വർഷം പ്രായമായ നാടൻ കമുകിന് പ്രയോഗിക്കാം. കുംഭമാസത്തിൽ ചേന നടാം. 90x90 സെന്റിമീറ്റർ അകലത്തിലും 60x60x45 സെന്റിമീറ്റർ വലിപ്പത്തിലുമുള്ള കുഴികളെടുത്ത് കുമ്മായമിടണം. ഒരാഴ്ച കഴിഞ്ഞ് മേൽമണ്ണും കാലിവളവും ഇലപ്പൊടിയും സ്യൂഡോമോണസും ചേർത്ത് കുഴി നിറച്ച ശേഷം ചേന നടാം. കുഴി 1-ന് 2 കിലോഗ്രാം ചാണകം ചേർക്കണം. നട്ടതിന് ശേഷം പുതയിടാം. കുരുമുളകിന്റെ കൊടിത്തലകൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിക്കാനായി തവാരണകളിൽ നടേണ്ട സമയമാണിത്. നടിയിൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ സ്യൂഡോമോണസ് ചേർക്കുന്നത് തൈകൾ പെട്ടെന്ന് വളരുന്നതിന് സഹായകമാണ്. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 13,900 രൂപ, കോഴിക്കോട് 14,500 രൂപ, തൃശൂർ 14,100 രൂപ. കൊപ്ര കൊച്ചി 9,365 രൂപ, കോഴിക്കോട് 9,400 രൂപ, തൃശൂർ 9,465 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 62,700 രൂപ, ഗാർബിൾഡ് 65,700 രൂപ. ചുക്ക മീഡിയം 13,500 രൂപ, ബസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,600 രൂപ, ഈറോഡ് 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000-നും 20,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 15,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 15,900 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 15,200 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 16,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,900 രൂപ, കോപ്ര 9,365 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,400 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 62,700 രൂപ, ഗാർബിൾഡ് 65,700 രൂപ. ചുക്ക മീഡിയം 13,500 രൂപ, ബസ് 14,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 275-നും മധ്യേ, തൊണ്ടില്ലാത്തത് 440-നും 470-നും മധ്യേ. ജാതി പത്രി കിലോഗ്രാമിന് 550-നും 600-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 740 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 15,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 15,900 രൂപ, ഒട്ടുപാൽ 10,900 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. കേരളത്തിനൊപ്പം കർണാടകത്തിലും കുരുമുളക് വിളവെടുപ്പ് പുരോഗമിച്ചതിനൊപ്പം കൈവശമുള്ള പുതിയതും പഴയതുമായ മുളക് വിപണിയിൽ ഇറക്കാൻ കാർഷിക മേഖല ഉത്സാഹിച്ചു. വരവ് ശക്തിയാർജിച്ചതോടെ ഉൽപ്പന്ന വില നിത്യേന താഴുകയാണ്. ആഭ്യന്തര വ്യാപാരികൾ ചരക്കെടുത്തെങ്കിലും വിദേശ വ്യാപാര രംഗത്തെ മാന്ദ്യം വിട്ടുമാറിയിട്ടില്ല. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില കയറ്റത്തിനിടയിൽ പുതിയ കൊപ്ര ചെറുകിട ഉൽപ്പാദകർ വിൽപ്പനയ്ക്ക് ഇറക്കി. ലഭ്യത ചുരുങ്ങിയതിനാൽ ഉയർന്ന വിലയ്ക്കും മില്ലുകാർ കൊപ്ര ശേഖരിച്ചു. മലബാർ മേഖലയിൽ 9,500 രൂപയ്ക്ക് കൊപ്രയുടെ ഇടപാടുകൾ നടന്നു. അന്തർസംസ്ഥാന വ്യാപാരികളുടെ സാന്നിധ്യം ഏലയ്ക്ക ലേലം സജീവമാക്കി. ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾക്ക് കിലോയ്ക്ക് 1,492 രൂപ ലഭിച്ചു. മൊത്തം 56,082 കിലോയുടെ ലേലം നടന്നു. റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. വ്യവസായികൾ രംഗത്തുണ്ടെങ്കിലും ഷീറ്റ് വില ഉയർത്താൻ അവർ തയ്യാറായില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36, 24. കൊച്ചി 35.1, 21.7. ആലപ്പുഴ 34.3, 22.5. പുനലൂർ 35.5, 19.4. തിരുവനന്തപുരം 32.5, കുറഞ്ഞ താപനില 21.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.